ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ കൂടോത്രം, ആഭിചാരം ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. നമുക്കറിയാം, ബിഗ് ബോസിൽ ഏറ്റവും അധികം ചർച്ചയായ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് പ്ലാച്ചിയാണ്. അനുമോളുടെ പ്ലാച്ചി. എനിക്ക് തോന്നുന്നു അനുമോളെക്കാളും അനീഷിനെക്കാളും ഈവൻ ബിഗ് ബോസിനേക്കാളും ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് പ്ലാച്ചി തന്നെയാണ്. അതിപ്പോൾ ബിഗ് ബോസിനകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും പ്ലാച്ചിയെക്കുറിച്ചാണ്, പ്ലാച്ചിയെ വന്ന വഴിയെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതോടൊപ്പം ആ ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ചധികം ആൾക്കാരിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഷാരികയുടെ ചാനലിലാണ്, ഷാരിക KB, ദ ലേഡി ബിഗ് ബോസ്, ഷാരികയുടെ ചാനലിലാണ് ആ ഒരു വ്യക്തി ആദ്യമായിട്ട് വന്നിട്ടൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അനുമോളുടെ പ്ലാച്ചിക്കകത്ത് കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ആഭിചാര ക്രിയകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാവയാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആദ്യം സംസാരിക്കുന്നത്. നമ്മൾ അതേക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ വ്യക്തി തന്നെ ഇപ്പോൾ മറ്റൊരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അനുമോള്, അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടല്ല, അനുമോള് ഈ പ്ലാച്ചി എവിടെ നിന്ന് വന്നു, എങ്ങനെ അനുമോളുടെ കയ്യിലെത്തി എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രം, അവിടുത്തെ മഠാധിപതിയായ അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് ആശാനോ അങ്ങനെ എന്തോ ആണ് പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് ആദ്യം കാണാനുള്ളത്. അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഇതിനകത്തുള്ള കാര്യങ്ങളെ പറഞ്ഞ് ഇപ്പം അതിൻ്റെ വിഷയം എടുത്തിട്ടുണ്ട്. ഇപ്പം അവള് തന്നെ അനുമോളു, അതിൻ്റെ കയ്യിലൊരു പാവനെ കൂട്ടി ഈ അതിനകത്ത് പ്ലാച്ചി അന്നേരം ഈ പാവന പ്ലാച്ചി ഒരു സാധാരണ പാവയല്ലേ? അല്ല, വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ ബുക്കുകളിലൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. അതായത് നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്, ബെൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്കറിയാം? മിസ്റ്റർ ബീൻ ആണോ ഈ പാവയും കൊണ്ട് കളിക്കുന്ന ഒരാൾ? ഈ മിസ്റ്റർ ബീനും ഞാനോട് ചെറിയൊരു ബന്ധമുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, മിസ്റ്റർ ബീൻ ഒരിടയ്ക്ക് മലയാളം സംസാരിക്കുന്നത് എൻ്റെ ശബ്ദത്തിലൂടെയാണ്. അപ്പോൾ അതിനിപ്പോൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമുക്കിരിക്കേണ്ട ഒരു പ്രൊമോഷൻ. അങ്ങനെ പുള്ളി പറയുന്നത്, നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ ഒരു പാവ മതി എന്നാ പറയുന്നത്. ഈ പാവ തന്നെയാണ് ശരിക്കും ആഭിചാരപരമായിട്ട്, അതായത് സത്യമല്ലാത്തതും മിഥ്യപരമായിട്ടും ഇരുട്ടിൽ ചെയ്യുന്നതായിട്ടുള്ള കർമ്മവേദികളുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ കുറവായിരിക്കും, പക്ഷെ കൊച്ചിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല, ഇപ്പൊ ഈ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു പാവ, അനുമോളുടെ പാവ, അതൊരു സാധാരണ പാവയല്ല. ഇതുപോലെ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന പാവയാണെന്നല്ലോ പറഞ്ഞു വരുന്നത്. ബ്ലാക്ക് മാജിക് ഇതിപ്പോ കൂടോത്രത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ പറയുന്നത്, ഞാൻ കൂടോത്രത്തിന് മാത്രമാണ് അവളുടെ കയ്യിരിക്കുന്നത്, ബ്ലാക്ക് മാജിക്കില് തന്നെയാണെന്ന് ഞാൻ തീരുമാനിച്ചു ഉപയോഗിക്കുന്ന പാവയാണ് സെയിം ഇതില് വരുന്നതാണ്. അതിന്റെ മറ്റേ മുഖത്തിന്റെ ഓരോ കട്ടിങ്ങിലും എന്തുകൊണ്ട് അത് വലിച്ചു ദൂരായിട്ടെറിഞ്ഞ് തിരിച്ചു കൊടുത്ത്? നിങ്ങൾക്ക് വേണ്ട രക്ഷാപരമായിട്ടുള്ളതും രക്ഷാകവചങ്ങളൊന്നും അതിനകത്ത് കയറ്റാൻ പറ്റിയിട്ടില്ല അവർക്ക്. പിന്നെ ഈ ഒരു പാവേനെ ഇവരുടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഡ്രസ്സ് പോലും കൊണ്ടുപോയത്, ഞാൻ ഇത് ഇന്റർവ്യൂവിനകത്ത് കണ്ട് 50,000 രൂപ ഡ്രസ്സ് എടുത്തിട്ട് അവർക്ക് കയറ്റാൻ കൊണ്ടുപോകാൻ പറ്റി. ഏത് ആരോ പറയണ കേട്ടായിരുന്നത്. അതിന് ഇത്രയും കടമൊക്കെ മേടിച്ച് അതിനകത്ത് നിന്നിട്ട് അവർക്കൊരു ജീവിതമാർഗം ഉണ്ടാവും, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് സമൂഹത്തിൽ ഒരു വില ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന സീസൺ 7 എന്ന് പറയേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സാധനം കാണാറില്ല ശരിക്കും പറഞ്ഞാൽ. തുമ്പം എനിക്കത് കേട്ടപ്പോൾ കോമഡി ആയിട്ട് തോന്നി. ഞാനിതൊന്നും കാണാറില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തെ കളിയാക്കുന്നതല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത് നിങ്ങളാരും. പക്ഷെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അതിനകത്തൊരു ലോജിക് ഉണ്ടാവണം. ഒരു പാവ, ആ പാവയ്ക്കകത്ത് കൂടോത്രമാണ്, ആഭിചാരമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ബിഗ് ബോസ് ഹൗസിനകത്ത് പാവയും കൊണ്ട് പോയ ആദ്യത്തെ വ്യക്തിയല്ല അനുമോള്. ഈ സീസണിൽ തന്നെ അനുമോള് മാത്രമല്ല പാവയും കൊണ്ട് പോയിട്ടുള്ളത്. ആദിലയ്ക്കും നൂറയ്ക്കും ഒരു പാവ ഉണ്ടായിരുന്നു, എന്തോ ചിഞ്ചുന്നോ മഞ്ജുന്നോ പിഞ്ചു എന്നൊക്കെ പറഞ്ഞിട്ട് 2 പാവകളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ്, ജിന്നാണോ ഉള്ളത്? അല്ല, അനുമോളുടെ പാവയ്ക്കകത്ത് മറ്റേ കൂടോത്രവും ചാത്തനൊക്കെ ആണെങ്കിൽ ആദിലയുടെ നൂറുടെയും പാവയ്ക്കകത്ത് എന്താ, ജിന്നാണോ? ഈ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു മിനിമൽ ലോജിക്ക് വേണ്ടേ? ബാക്കി നോക്കാം. എനിക്ക് അത് കാണുമ്പോൾ എന്തും മനസ്സിനൊരു വല്ലായ്മ. അതായത് നമ്മളൊരു പ്രേതബാധ ഒഴിപ്പിക്കാൻ ചെല്ലുന്നതിനേലും വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥ മനുഷ്യ. അതെ, ബിഗ് ബോസ് കാണുമ്പോൾ ഒരു വല്ലായികയാണ്. ഒരു പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്നതിനേക്കാളും വല്ലാത്തൊരു അവസ്ഥയാണ്. പക്ഷെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ വല്ലായികയൊന്നുമില്ല. ഒരു ഷോയെക്കുറിച്ച്, ഒരു കോർപ്പറേറ്റ് കമ്പനി നടത്തുന്ന ഒരു ഷോയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവിടെ ഈ പാവയും കൊണ്ട് കയറ്റാൻ അവർ സമ്മതിച്ചു. ഇത് ആഭിചാര ക്രിയകൾ ചെയ്യുന്ന പാവയാണ്, അതിനെയും കൊണ്ട് കയറാൻ വേണ്ടി ബിഗ് ബോസ് ക്രൂ സമ്മതിച്ചു. ഇതിന്റെ എന്തുകൊണ്ടാണ് ഈ പാവയും കൊണ്ട് അകത്ത് പോയത് എന്നുള്ളത് വഴി അനുമോള് പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ബാക്കി ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കൂടെ കേട്ടിട്ട്. ഇങ്ങനെയുണ്ടാ
അല്ല, പക്ഷെ അതിലോട്ട് വരാം. ഞാൻ പറയുന്നത് ബാക്കി ഒരു വസ്തുക്കളും ബിഗ് ബോസിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷേ പ്ലാച്ചിയെ മാത്രം അകത്ത് കയറ്റാൻ സമ്മതിച്ചെങ്കിൽ അത് ബിഗ് ബോസിന്റെ അറിവോട് കൂടിയാണോ പ്ലാച്ചിയെ അകത്ത് അത് അങ്ങനെയല്ലേ വരുള്ളൂ, അല്ലാതെ അതിനകത്ത് വരാനുള്ള നമ്മളിപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക്കിനെ അല്ലെങ്കിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതിൻ്റെ അകത്ത് ആ ഇലുമിനാറ്റി എൻ്റെ കണ്ണും കാര്യങ്ങളും അതിനകത്ത് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള രീതികളും അതിനകത്ത് ശരിക്കും ഈ സീസണിലാണ് ബിഗ് ബോസ് ഇത്രയധികം എക്സ്പോസ്ഡ് ആവുന്നത് അല്ലേ? PR-ന്റെ വിഷയത്തിൽ ഈ പറഞ്ഞ പോലെ ആഭിചാരം, കൂടോത്രം, അത് ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലെവലിൽ എക്സ്പോസ്ഡ് ആവുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മനുഷ്യരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന്. ഇപ്പൊ ജ്യോതിഷം, ജ്യോത്സ്യം അതിലൊക്കെ വിശ്വാസമുള്ള ആൾ തന്നെയാണ് ഞാനും. അത് ഓൾമോസ്റ്റ് മലയാളികൾ എല്ലാവരും ചെയ്തൊരു കാര്യം തന്നെയാണ്, ഈശ്വര വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ചെയ്ത കാര്യം തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം വിശ്വാസമാവാം, പക്ഷെ അത് അന്ധവിശ്വാസമാകുമ്പോഴാണ് പ്രശ്നം. ശരിയല്ലേ? ഇദ്ദേഹം പറയുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് ക്രൂ മുഴുവൻ ആഭിചാരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ്. അവിടെ ഇലുമിനാറ്റിയെ വരച്ച് വെച്ചിരിക്കുന്നു, അത് വരച്ച് വെച്ചിരിക്കുന്നു, ഇത് വരച്ച് വെച്ചിരിക്കുന്നു. എനിക്കതങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് കണക്ട് ചെയ്യാവുന്നില്ല. കഴിഞ്ഞ 7 സീസണായിട്ട് അല്ലെങ്കിൽ 7 വർഷമായിട്ട് ബിഗ് ബോസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നു, മറ്റ് ലാംഗ്വേജിൽ നടക്കുന്നു, ബിഗ് ബ്രദർ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ നടക്കുന്നു. ഇപ്പോഴൊന്നും കേൾക്കാത്തൊരു കാര്യമാണ് ഇവിടെ ഈ 7ാം സീസൺ വന്നപ്പോഴേക്കും കേൾക്കുന്നത്. ആഭിചാരം, കൂടോത്രം, എന്തുവാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ ലോകം അല്ലെങ്കിൽ മനുഷ്യരിത് എങ്ങോട്ടാണ് പോകുന്നത്? വീണ്ടും പഴയ കാലത്തിലേക്ക് പോവുകയാണോ? എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇനി നമുക്ക് അനുമോളിലേക്ക് തിരിച്ചു വരാം. അനുമോളുടെ പ്ലാച്ചിയാണല്ലോ വിഷയം. അനുമോളുടെ പ്ലാച്ചി ശരിക്കും അനുമോൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? അനുമോൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എന്തുകൊണ്ട് അനുമോൾ അത് ബിഗ് ബോസിലേക്ക് കൊണ്ടുപോയി? എല്ലാ സീസണിലും ബിഗ് ബോസ് പറയാറുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സാധനം കയ്യിൽ കരുതാം. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ജാസ്മിൻ ജാഫർ ഫാമിലി ഫോട്ടോയുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഫാമിലി ഫോട്ടോ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ജാസ്മിൻ അവസാനം ഫാമിലി ഫോട്ടോ അല്ല നോക്കിക്കൊണ്ടിരുന്നത്. ജാസ്മിൻ്റെ ഫാമിലി ഫോട്ടോ നോക്കാൻ സമയം കിട്ടിയില്ല. ഒടുവിൽ വാപ്പ വന്നിട്ട് ആ ഫോട്ടോ എടുത്ത് കൈ കൊടുക്കുക എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സീസണിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സാധനം കയ്യിൽ വെക്കാമെന്ന് പറയും. അപ്പോൾ അതേക്കുറിച്ചാണ് അനുമോൾ ഇവിടെ സംസാരിക്കുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. അനുമോൾക്ക് എന്താ പറയാനുള്ളത്? കേട്ടല്ലോ, പ്ലാച്ചി അനുമോൾ വാങ്ങിയത് സ്റ്റൈൽ പ്ലസ് നിന്നാണ്. സ്റ്റൈൽ പ്ലസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു ഷോപ്പാണ്. ഞാൻ ഈ ടൈഗർ ഐയുടെ ബ്രേസ്ലെറ്റ് വാങ്ങിയത് ഈ പറയുന്ന സ്റ്റൈൽ പ്ലസ് നിന്നാണ്. ഈ സ്റ്റൈൽ പ്ലസ്സിൽ ഈ സാധനം മാത്രമല്ല കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടൈഗറേയും അല്ലെങ്കിൽ പ്ലാച്ചിയൊക്കെ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് വിചാരിക്കും. അവിടെ പോയിട്ടാണ് ഈ സാധനം വാങ്ങിച്ചത്. ഇനി അനുമോൾ സ്റ്റൈൽ പ്ലസിനകത്ത് നിന്ന് എവിടുന്നാണ് വാങ്ങിയത് എനിക്കറിയില്ല. അത് കുറേ ഷോപ്പുകളുള്ളൊരു വലിയൊരു മോളാണ്. അപ്പോൾ അനുമോൾ സ്റ്റൈൽ പ്ലസിൽ നിന്നാണ് ഈ സാധനം വാങ്ങിയിട്ടുള്ളത്. ഇനി ബാക്കി നോക്കാം. എന്തുകൊണ്ടാണ് അനുമോൾ ഇത് അകത്തേക്ക് കൊണ്ടുപോയത്? എവിടെ? ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? അതാണ് ഇനി പറയുന്നത്. കേട്ടു നോക്കാം. ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാ. അപ്പൊ അത് ഞാൻ ശരിക്കും അത് പോകുന്നില്ല എൻ്റെ കയ്യിൽ നിന്ന്. അത് കൊടുക്കാനും മറക്കുന്നു, എടുക്കാനും മറക്കുന്നു, വീണ്ടും കയ്യിൽ വരുന്നു. അപ്പൊ ഇത് എനിക്കുള്ളതാന്ന് എനിക്ക് മനസ്സിലായി. ഇത് എന്റെ കൈ കൊണ്ടുപോകണം. ഭയങ്കര പോസിറ്റീവ് എനർജി. എന്നത് പറഞ്ഞു ഇഷ്ടമുള്ള സാധനം എടുത്തോളാൻ. അപ്പൊ ഞാൻ അമ്മയും അച്ഛൻ്റെ ഈ ഫാമിലി ഫോട്ടോ ഇല്ലേ, നമ്മളെല്ലാവരും 5-6 പേരും കൂടെ ഉള്ള, അപ്പൊ അതവര് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളുണ്ട്, ഗണപതിയുടെയും പത്മനാഭസ്വാമിയുടെയും ഒക്കെ, അതും പറ്റൂല. പിന്നെ പ്ലാച്ചി എടുത്തോട്ടെ എന്ന് വെച്ചു. ഞാൻ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി. കേട്ടല്ലോ, പ്ലാച്ചിയെ കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? അതായത് എന്തെങ്കിലും സാധനം എടുക്കാൻ പറഞ്ഞു, ഫാമിലി ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു. മറ്റ് എന്തൊക്കെയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്തോ വിഗ്രഹങ്ങളോ എന്തൊക്കെയോ അതും വേണ്ടെന്ന് പറഞ്ഞു. അതായത് വിശ്വാസപരമായിട്ട് ബിഗ് ബോസ് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഒന്നിൻ്റെയും ബലമില്ലാതെ നിൽക്കണമെന്നാണ് പറയുന്നത്. ഈ ഏലസ്, തകിട്, വിശ്വാസം, അമ്പലം, ഇതൊന്നിൻ്റെയും ബലമില്ലാതെ നിങ്ങൾ നിൽക്കണം, ചരട് കെട്ടാൻ പാടില്ല. ഇതൊക്കെ പറയുന്നത് മനസ്സുകൊണ്ട് നിങ്ങൾ ഒന്നിനെയും അടിമപ്പെടാൻ പാടില്ല. അപ്പോൾ എന്നാൽ ഇങ്ങനൊരു വസ്തു കയ്യിൽ ഇരുന്നോട്ടെ, ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഇതെല്ലാം പൂർണ്ണമാണ്, എല്ലാം സത്യമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് മറ്റ് കണ്ടസ്റ്റൻസിനോടും പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ആദിലയും നൂറയും അവരുടെ പാവകളുമായിട്ട് പോയത്. അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പിഞ്ചുന്നോ മഞ്ചുന്നോ ചിഞ്ചുന്നോ, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അപ്പോൾ അതുപോലെ അനുമോള് ഈ പറയുന്ന പ്ലാച്ചി, ആ ഒരു പാവയ്ക്ക് വേറെന്തോ ഒരു പേരാണ് ആ പാവ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ പാവയുടെ പേര് അതിന് അനുമോള് വിളിച്ച് അത് പ്ലാച്ചിയായിട്ട് മാറി. ഇത് അനുമോള് പറഞ്ഞൊരു കഥയാണ്. ഞാൻ ഓൺലൈനൊക്കെ എനിക്ക് ഞങ്ങൾ അങ്ങോട്ട് ഫ്രണ്ട്സിങ്ങോട്ടൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ എടുത്തിട്ട് പ്ലാച്ചി പോലെ സെയിലൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് അയക്കുക. എല്ലാവർക്കും ഭയങ്കര ഫേമസ് ആയി. പ്ലാച്ചി ഫേമസ് ആയി. പിന്നെ നിങ്ങൾ പട്ട ഗേൾസ് ഫേമസ് ആയി. എന്തെല്ലാം സംഭവങ്ങളോട് ഫേമസ് ആയി. എനിക്ക് ഇഷ്ടമല്ല പ്ലാച്ചി വന്നു. പ്ലാച്ചി കുളിച്ചിട്ട് കുളിപ്പിച്ചിട്ടുണ്ട്. കുളിപ്പിച്ചില്ലേ? ഈ പ്ലാച്ചി ചാത്തനുണ്ടെന്ന് പറയുന്നു. ഇതാണ് ചാത്തനുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഇത് മിസ്റ്റർ ബീന്റെ അനുമോളിങ്ങനെ കാണിച്ചപ്പോഴേ ഈ പ്ലാച്ചി അല്ലല്ല, ഈ പ്ലാച്ചി എന്തോ ഒരു കഷ്ടപ്പാട് അനുഭവിച്ചു. എവിടെയൊക്കെ പോയി തോന്നിക്കിടന്നല്ലേ. ശരിക്കും പ്ലാച്ചി വെച്ചിട്ട് അനുമോൾ കോണ്ടന്റ് ഉണ്ടാക്കി, അതാണ് സത്യം. ഇപ്പൊ ആദിലക്കും നൂറയ്ക്കും ചെയ്യാൻ പറ്റാതെ പോയൊരു കാര്യം അനുമോൾ ചെയ്തു.
അവർക്ക് അവരുടെ പാവയെ വെച്ച് വേണമെങ്കിൽ കോണ്ടന്റ് ഉണ്ടാക്കാമായിരുന്നു. അവരത് ചെയ്തില്ല. പകരം അനുമോളുടെ പാവയെ വെച്ചിട്ട് ചെയ്തു. അവസാനം പ്ലാച്ചിയിൽ കൂടോത്രമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, പ്ലാച്ചിനെ എടുത്ത് എറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്ലാച്ചിനെ ഒഴിവാക്കുന്ന ആൾക്കാർ, അനുമോളെ ചീത്ത പറയുന്ന ആൾക്കാർ, അനുമോളെ കളിയാക്കുന്ന ആൾക്കാർ, ഇവരെല്ലാവരും നെക്സ്റ്റ് വീക്കിൽ എവിക്റ്റായി പോകുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണെങ്കിൽ നെവിൻ എവിക്റ്റായി പോകേണ്ടതല്ലേ? എന്താ നെവിൻ എവിക്റ്റ് ആവാത്തത്? ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അക്ബർ എങ്ങനെയാണ് ഫൈനൽ 5 വന്നത്? എവിക്റ്റ് ആവേണ്ടതല്ലേ? പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക് ഉണ്ടാവണം. അതല്ലാണ്ട് ചുമ്മാ വന്നൊരാളെ തേജോവധം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആഭിചാര കർമ്മങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സംസാരമാവരുത്. ഇനിവേ, നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യൂ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഒപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വാസമുണ്ടോ, വിശ്വാസമില്ലയോ, അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.